ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങളിന്ന് കാട്ടിലെപ്പള്ളി മക്കാം എന്ന് പറയുന്ന ഒരു മക്കാമിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഫാമിലി മൊത്തം ഉണ്ട് കേട്ടോ. താത്തയും മക്കളും അതേപോലെ കാക്കാൻ്റെ വൈഫും മക്കളും ഞങ്ങളും, അങ്ങനെ 2 വണ്ടിയിലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ് കാട്ടിലെപ്പള്ളി എങ്കിലും നമ്മൾ ഇതുവരെ ആ ഒരു മക്കാമിലേക്ക് പോയിട്ടില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ പോകാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ കൊണ്ടുപോകാൻ ഞങ്ങളെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വാപ്പിയും ഇപ്പോൾ നാട്ടിലെത്തിയപ്പോൾ നമ്മൾ എല്ലാവരും കൂടി പോകാമെന്ന് കരുതി അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ വളവട്ടണം പുഴയാണ് കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഉച്ച കഴിഞ്ഞാണ് ഇവിടെ എത്തിയത്. ഉച്ചക്ക് ഫുഡും കഴിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വരുമ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. മക്ബറയുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡാണ് മക്ബറ വരുന്നത്. അപ്പോൾ അവിടെ പൂട്ടിയിട്ടായിരുന്നു ഉള്ളത്. ഞങ്ങൾ പുറത്തുനിന്ന് യാസീനൊക്കെ ഓതി, പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്തു. വിശാലമായ ഒരു സ്ഥലമാണ് കേട്ടോ. പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉസ്താദൊക്കെ വന്നിട്ട് മക്ബറയുടെ ആ കവാടമൊക്കെ തുറന്ന് നമുക്ക് മക്ബറയുടെ അടുത്ത് പോയിട്ട് സിയാർത്ത് ചെയ്യാൻ പറ്റി. യാസീനൊക്കെ ഓതി ഹദിയ ചെയ്യാൻ പറ്റി. നമുക്ക് നേർക്ക് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ചുറ്റും ഖബറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ടോ എന്നറിയില്ല. മരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഖബറുകളാണ്. പിന്നെ മൈലാഞ്ചി ചെടികളും അതേപോലെ പല പല ചെടികളുമാണ് ഖബറിൻ്റെ അരികിൽ വെക്കുന്ന ചെടികളാണ് വലുതായിട്ട് കാണുന്നത് കേട്ടോ. പിന്നെ സിയാർത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങലാണ്. അപ്പോൾ 3 ബെറ്റുമാനാണ് പറയപ്പെടുന്നത് കേട്ടോ. കാട്ടിലെപ്പള്ളി മക്കാമിൽ 3 ബെറ്റുമ്മയും മക്കളുമാണ് ഖബറുകളായിട്ടുള്ളത് കേട്ടോ. അവരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഒരു ഉമ്മയും 3 മക്കളും. ആ ഖബർ കാണുമ്പോൾ തന്നെ നമുക്ക് സങ്കടം തോന്നും. എന്താ പറയുക, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേങ്കിൽ പല പല അത്ഭുതങ്ങളും നടന്നിട്ടുള്ളൊരു മക്കാമാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ ദുആ ചെയ്താൽ എന്തായാലും ഉത്തരം ലഭിക്കുന്ന ഒരു മക്കാമാണ്. ഓരോരാൾക്കും ഓരോ വിശ്വാസമാണ്. വിശ്വാസികൾ വിശ്വസിക്കും, വിശ്വാസമില്ലാത്തവർ വിശ്വസിക്കില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കുട്ടി ഉടുപ്പൊക്കെ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാവും എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിറകിലൂടെയായിരുന്നു വന്നത്. അപ്പോൾ ഫ്രണ്ടിലൂടെയാണ് ശരിക്കും എൻട്രൻസ് കേട്ടോ. നമ്മൾ പോകുന്ന വഴി ഫ്രണ്ടിലെ എൻട്രൻസ് കാണാൻ സാധിക്കും. ഇതാണ് ഫ്രണ്ടിലെ എൻട്രൻസ് വരുന്നത്, പള്ളി. അപ്പോൾ ഞങ്ങൾ സിയാർത്തൊക്കെ കഴിഞ്ഞിട്ട് നേരെ ബീച്ചിലേക്കാണ് പോയത്. അപ്പോൾ ഇത്താത്തയുടെ മോളുടെ മക്കൾ ട്വിൻസാണല്ലോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്തൊന്നും ഇറങ്ങില്ല. അപ്പോൾ 4 മാസമായി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ അവരെയും കൂട്ടി പുറത്തിറങ്ങാമെന്നൊക്കെ കരുതിയിട്ടാണ് ഇന്ന് നമ്മൾ മക്കാമിലും ബീച്ചിലൊക്കെ ഒന്ന് പോയത് കേട്ടോ. വളവട്ടണം പുഴയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. അപ്പോൾ വൈകുന്നേരമായിട്ട് നമ്മൾ ബീച്ചിലെത്തി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പതിവിലേറെ ഇന്ന് ജനങ്ങളുണ്ടായിരുന്നു ബീച്ചിൽ. സൂര്യാസ്തമയം കാണാൻ എല്ലാവരും വെയിറ്റിങ്ങിലായിരുന്നു. താനൂട്ടിനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരെയും കണ്ടിട്ട് ഇങ്ങനെ ആകെ ഒരു അമ്പരപ്പാണ്. കുറേ ആളെയും കാണുന്നുണ്ട്, കുട്ടികളെയും കാണുന്നുണ്ട്, ഒട്ടകവും കാണുന്നുണ്ട്, കുതിരയും കാണുന്നുണ്ട്. എല്ലാവരെയും കണ്ടിട്ട് കുട്ടികളിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒച്ചപ്പാടൊന്നുമില്ല കേട്ടോ. അവരെ കൊണ്ട് വലിയ ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ കണ്ട് നോക്കി അങ്ങനെ നിൽക്കലാണ് അവർ. ഇപ്പം ബാപ്പി മക്കളും ആ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഈ ബീച്ചിൽ വെള്ളത്തിൽ കളിക്കുന്നത്. ചില ആൾ ഭയങ്കരമായിട്ട് കളിക്കുന്നതാണ്, പിന്നെ കുട്ടികളും ഇങ്ങനെ വല്ലാണ്ട് കളിക്കുന്നതാണ്. എനിക്കിങ്ങനെ വെള്ളത്തിൽ കളിച്ചിട്ട് പിന്നെ പൂഴി പറ്റലോ അങ്ങനെ ഉള്ള സംഭവമൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. അപ്പോൾ സൂര്യാസ്തമയമൊക്കെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ആസ്വദിച്ചു. ഐസു ഇതേ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഐസു നല്ല ഹാപ്പിയാണ്.
പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ മണ്ണിൽ ഇതേപോലെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറേ യുവാക്കളും കുട്ടികളും ഇതേപോലെ മണലിൽ ഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ മണ്ണപ്പം ചുട്ട് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ മണലിൽ കളിക്കുന്ന ടോയ്സൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ അതും കൊണ്ടാണ് കുട്ടികളൊക്കെ ബീച്ചിൽ വരുന്നത് കേട്ടോ. എന്നിട്ട് അവർ പുട്ടുണ്ടാക്കലും മണ്ണപ്പം ഉണ്ടാക്കലും അങ്ങനെ പല പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന കാണുന്നുണ്ട്. നല്ല സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മളെ മക്കളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കും വേണമെന്ന് പറഞ്ഞേനെ. അപ്പോൾ അവർ വെള്ളത്തിൽ കളിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയ മക്കൾക്ക് വേണ്ടി ഈ ഒരു കാറ്റാടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരമാലയുടെ കാറ്റിൽ ഇങ്ങനെ പറക്കുന്നുണ്ട്, അത് നോക്കി അവരിങ്ങനെ നിൽക്കും. ഈ കുട്ടികളെ കളിയൊക്കെ കുറച്ച് കണ്ടിരുന്നു. സൂര്യാസ്തമയമൊക്കെ കണ്ടു. അപ്പോൾ സൂര്യനൊക്കെ അങ്ങ് അസ്തമിച്ച് മറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. സാധാരണ ഇവിടെ നിന്ന് തന്നെ ഫുഡ് കഴിക്കലുണ്ട്. അവിടെ ഒരു പാർക്കുണ്ട്, അവിടെ നിന്നും കുട്ടികൾ കുറച്ച് കളിക്കലുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ അവിടെ കളിക്കാൻ സമയമില്ലായിരുന്നു. പിന്നെ എന്നും കളിക്കുന്ന കാരണം ഇപ്രാവശ്യം കളിച്ചില്ല കേട്ടോ. നേരെ ഫുഡ് കഴിക്കാൻ പോയി. കണ്ണൂരൊരു ഡൈനർ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കഴിച്ചാണ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് കുറച്ച് ബലൂൺസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാറിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ മടങ്ങി. പിന്നെ നമുക്ക് വരുന്ന വഴിക്ക് നമ്മൾ ഇരിക്കൂർ മെട്രോയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയ മെട്രോ ഓപ്പൺ ആക്കിയതാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ കയറാൻ നോക്കിയതാണ്, പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്, പക്ഷേ രാത്രിയും ഭയങ്കര തിരക്കായിരുന്നു, നല്ല ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന അവസ്ഥക്ക് എന്തായാലും ഒന്ന് കയറാമെന്ന് കരുതി കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പോകാമെന്നാണ് കരുതിയത്. ഇപ്പോൾ മെട്രോ പോയപ്പോൾ വലിയൊരു സന്തോഷം ഉണ്ടായതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റി. കുറേ നാൾക്ക് ശേഷം അവളെ കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ നമുക്കൊരു സന്തോഷം, അവർക്കൊരു സന്തോഷം, അത് വലിയൊരു സന്തോഷമല്ലേ. അപ്പം ഇരിക്കൂറിന് അങ്ങനെ വരാറില്ല, എന്നാലും ഇടയ്ക്ക് വരുമ്പോൾ അങ്ങനെ ആരെയും അങ്ങനെ കാണാറില്ല. പക്ഷേ മെട്രോയിൽ വന്നപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ മെട്രോയിൽ സാധനമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്ത വിശേഷങ്ങളും വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.